നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. എല്ലായിടത്തു നിന്നും കോൺഗ്രസ് തകർന്നു കാണാൻ ആഗ്രഹിക്കുന്ന BJP ഇതര പാർട്ടികൾ ഈ രാജ്യത്തുണ്ട്. CPIM ആയിക്കോട്ടെ, അതുപോലെ തന്നെ മറ്റ് ചില പ്രാദേശിക പാർട്ടികളായിക്കോട്ടെ, അവർക്കെല്ലാം കൃത്യമായ മറുപടി കൊടുക്കുന്ന നാളുകളിലേക്കാണ് കോൺഗ്രസ് മുന്നോട്ട് കുതിക്കുന്നത്. അതായത് കൃത്യമായി പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ ബാലൻസിങ് സിസ്റ്റത്തിലേക്ക് കൃത്യമായി തിരികെ വരാൻ കോൺഗ്രസ്സിന് കഴിയുന്ന സാഹചര്യങ്ങൾ അണിയറയിൽ ഒരുങ്ങുകയാണ്. കോൺഗ്രസ് പല പ്രദേശങ്ങളിലും ശക്തി പ്രാപിച്ചു വരുന്നു. പല മേഖലകളിലേക്കും അധികാരത്തിലേക്ക് എത്താനോ അല്ലെങ്കിൽ പ്രബല കക്ഷിയായി മാറാനോ വീണ്ടും കഴിയുന്ന ഒരു പുതുയുഗത്തിലേക്ക് തന്നെയാണ് കോൺഗ്രസിൻ്റെ നീക്കം. ഗുജറാത്തിൽ വർഷങ്ങളായി പ്രതിപക്ഷത്ത്, ഒഡീസയിൽ പ്രതിപക്ഷത്ത് പോലുമല്ലാത്ത ഒരവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള ചില സംസ്ഥാനങ്ങളിൽ വലിയ മുന്നേറ്റം അത് കോൺഗ്രസ് നേതൃത്വത്തിന് സാധ്യമാകുന്നുണ്ട്. ഒഡീസയിൽ കഴിഞ്ഞ കുറേയധികം കാലമായി നവീൻ പട്നായിക്കിൻ്റെ BJD പ്രതിപക്ഷത്തുള്ള പാർട്ടിയാണെങ്കിലും ക്രിയാത്മക പ്രതിപക്ഷമായി കോൺഗ്രസ് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഗുജറാത്തിൽ വെണ്ണീറായിപ്പോയി എന്ന് കോൺഗ്രസിനെ അപഹസിച്ചവർ പലരും മനസ്സിലാക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് സാധ്യമാകും. 2017 നമ്മൾ കണ്ട ഒരു എഫക്റ്റ് ഉണ്ട്. BJPയും കോൺഗ്രസും തമ്മിൽ അവിടെ നാമമാത്രമായ വോട്ട് വ്യത്യാസമേ ഉള്ളായിരുന്നു. നഗരമേഖലയിൽ BJPക്ക് കിട്ടിയ നേരിയ മുൻതൂക്കമാണ് അന്ന് ഭരണത്തിലേക്ക് എത്തിയത്. അല്ലായിരുന്നെങ്കിൽ കോൺഗ്രസ്സിന് വലിയ മുന്നേറ്റം സാധ്യമായിരുന്നു. അതായത് ഗ്രാമീണ മേഖലകൾ ഏരിയ വൈസ് നോക്കുമ്പോൾ ഗുജറാത്തിലെ 2017 പിക്ചറിൽ കോൺഗ്രസിൻ്റെ മുന്നേറ്റമായിരുന്നു. കോൺഗ്രസ്സിന് ഏതാനും ചില സ്റ്റേറ്റുകൾ കൂടി പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ മൊത്തം ചിത്രം നോക്കിയാൽ ദക്ഷിണേന്ത്യയിൽ നീലമയമാണ്. കാവിമയം ഉത്തരേന്ത്യയിൽ തീർക്കുമ്പോഴും ദക്ഷിണേന്ത്യയിൽ പതുക്കെ കോൺഗ്രസ് എല്ലാ സംസ്ഥാനങ്ങളും തിരിച്ചു പിടിക്കുകയാണ്. കർണാടക പിടിച്ചു, തെലങ്കാന പിടിച്ചു, കേരളം പിടിച്ചു, തമിഴ്നാട്ടിൽ സഖ്യകക്ഷിയാണ്. ഇനി കോൺഗ്രസ് അടുത്ത് നോക്കുന്നത് ഈ ഓരം ചേർന്നുകൊണ്ട് മറ്റ് പ്രദേശങ്ങളിലേക്കുള്ള വ്യാപനമാണ്. ഒഡീസ അതിന് മികച്ച രീതിയിലുള്ള വളക്കൂറുള്ള പ്രദേശമായി തന്നെ കണക്കാക്കുന്നു. ഛത്തീസ്ഗഡിലും വളരെ വൈകാതെ തന്നെ തിരിച്ചുവരവിൻ്റെ പാതയിലേക്ക് എത്തും. കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചു പിടിക്കാൻ ഛത്തീസ്ഗഡിൽ കഴിയും എന്ന വിശ്വാസം അവരുടെ നേതാക്കൾക്ക് ഉണ്ട്. ഭൂപേഷ് ബഗാലിനെ അങ്ങനെയൊന്നും പരിപൂർണമായി എഴുതിത്തള്ളാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് വളരെയധികം ആത്മവിശ്വാസമുണ്ട്. അതിനുവേണ്ടിയുള്ള ദേശീയ സമ്മേളനം ഉടനടി നടക്കാൻ പോവുകയാണ്. ചില പ്രദേശങ്ങൾ, നഷ്ടപ്പെട്ടു പോയ പ്രദേശങ്ങൾ തിരിച്ച് പൂർണ്ണ സജ്ജമായി പിടിച്ചെടുക്കും. മോദി പ്രഭാവം അണയും മുമ്പേ ആളിക്കത്തുന്ന ഒരു പ്രഭാവമായി കണക്കാക്കി ഏതാനും കുറച്ച് നാളുകൾ കൂടി മോദിയുടെ ഈ സോ കോൾഡ് തഗ്ഗും ഈ റീൽസും ഒക്കെ കാണും. അത് കഴിയുമ്പോൾ പിന്നെ ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ BJPക്ക് ഇത്ര കണ്ട് മികച്ച രീതിയിൽ രാജ്യത്തെ കള്ളം പറഞ്ഞും കബളിപ്പിച്ചും അധികാരം പിടിക്കുന്ന ഒരാളെ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് കണക്കാക്കുകയാണ്.